ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 ALP നോട്ടിഫിക്കേഷൻ വന്നു. അതിപ്പോൾ ലൈവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലേക്ക് നോക്കിയിരിക്കരുത്, നമ്മുടെ സൈറ്റൊക്കെ ഹാങ് ആവും. അതുകൊണ്ട് എല്ലാവരും അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ALPയുടെ എക്സാമിന് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, അതേപോലെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കിൻ്റെ വെയിറ്റേജ് 10 മാർക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ ഏതൊക്കെ ടോപ്പിക്ക് നമ്മൾ പഠിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം ALP എന്ന എക്സാം നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് ഒരു CBT-1 എക്സാം ഉണ്ട്. സെക്കൻഡ് വീണ്ടും അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക്, CBT-1 ക്വാളിഫൈ ആവുന്നവർക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് സ്റ്റേജ് എക്സാം CBT-2 ഉണ്ട്. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു ടെസ്റ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മളത് എന്താണെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെ 5 പ്രോസസ്സുകളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഫൈനലി ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് CBT-1 ക്ലിയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം CBT-1 മാത്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. പിന്നീട് വരുന്നത് ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. മാത്സിന് 20 മാർക്കും, മെൻ്റൽ എബിലിറ്റിക്ക് 25 മാർക്ക്, ജനറൽ സയൻസിന് 20 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്കിൻ്റെ വെയിറ്റേജ് വരുന്നത്. അപ്പോൾ നമ്മൾ CBT-2 വരുമ്പോൾ നമുക്ക് പാർട്ട് എ, പാർട്ട് ബി, അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് എക്സാംസ് വരുന്നത്. അപ്പം പാർട്ട് എയിൽ മാത്സ് ഉണ്ട്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഉണ്ട്. പിന്നീട് വരുന്നത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. പിന്നെ പാർട്ട് ബിയിൽ വരുന്നത് നമ്മുടെ ഏത് ട്രേഡാണോ, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, അങ്ങനെ ഓട്ടോമൊബൈൽ, നമ്മൾ ഏത് ട്രേഡാണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ വരുന്നത്. പാർട്ട് ബിയും ഒരു ക്വാളിഫയിങ് നേച്ചറാണ്, CBT-1 ക്വാളിഫയിങ് ആണ്. പക്ഷേ CBT-2 നമ്മുടെ റാങ്ക് മേക്കിങ്ങിൽ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോർഷനാണ് CBT-2 പാർട്ട് എ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം CBT-1 ജനറൽ അവയർനെസ്സിന് 10 മാർക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ബാക്കി നമുക്ക് ടോട്ടൽ 75 മാർക്കിനാണ് ALPയുടെ എക്സാം നടക്കുന്നത്. അതിൽ 10 മാർക്കാണ് ജനറൽ അവയർനെസ്സിന് വരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം മെൻ്റൽ എബിലിറ്റിക്ക് 33% മാർക്കും, അതേപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനും ജനറൽ സയൻസിനും 27% മാർക്കുമാണ് വരുന്നത്. 14% ബാക്കി വരുന്ന 14%, അതായത് നമ്മൾ പറഞ്ഞ 75-ൽ 10 മാർക്കാണ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ വരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ബാക്കി 65 മാർക്ക് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അതേപോലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും അതേപോലെ ജനറൽ സയൻസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 65 മാർക്ക് കിട്ടും. അപ്പം നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് അല്ല നമ്മുടെ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഈ 10 മാർക്ക് വെയിറ്റേജ് വരുന്ന ആ ടോപ്പിക് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ജനറൽ അവയർനെസ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ALPയുടെ എക്സാമിൽ ആ 10 മാർക്കിന് ഏതൊക്കെ ഏരിയയിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതനുസരിച്ച് വേണം നമ്മൾ ആ ടോപ്പിക്ക് പഠിക്കാൻ. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ ടോപ്പിക്കാണ്. എല്ലാത്തിനും ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അങ്ങനെ പൊളിറ്റി, എക്കണോമിക്സ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്സുകൾ വരുന്ന ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ജനറൽ അവയർനെസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ, പേഴ്സണാലിറ്റീസ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ്. നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ പറഞ്ഞു, പക്ഷെ അത് ഈ നമ്മുടെ സിലബസിൽ കാണിച്ചിട്ടില്ല. പക്ഷെ അതിന് പകരം ഈ അതർ സബ്ജക്റ്റ് ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളൊരു ചാൻസ് ആണ് അവരിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് കറണ്ട് അഫയേഴ്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, സ്പോർട്സ്, കൾച്ചർ എന്നൊക്കെയുള്ള ടോപ്പിക്കുകളാണ്. അപ്പം നമ്മൾ റീസെൻ്റായിട്ട് നടന്ന ALPയുടെ എക്സാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു 10 മാർക്കാണ് ടോട്ടൽ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ആ ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്നത്. അപ്പോൾ ആ 10 മാർക്കിൽ 80% കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. 2024 നടന്ന ALPയുടെ എക്സാംസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 25 നവംബർ 25, 2024 എക്സാം സ്റ്റാർട്ട് ചെയ്തത്. 25, 26, 27, 28, 29 അങ്ങനെ അത്രയും ദിവസങ്ങളിൽ 3 ഷിഫ്റ്റ് വീതം ഉണ്ടായിരുന്നു ALPയുടെ എക്സാമിന്. അങ്ങനെ 3 ഷിഫ്റ്റുകളിലായിട്ട് ഏകദേശം 150ഓളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം 150ഓളം ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ALPയുടെ എക്സാംസിന് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മളത് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ 80% കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരുന്നു. പിന്നീട് വരുന്ന ബാക്കി 20
80% ഈ പറഞ്ഞ ഹിസ്റ്ററിയിൽ നിന്നോ പൊളിറ്റിയിൽ നിന്നോ എക്കണോമിക്സിൽ നിന്നോ 1-2 ക്വസ്റ്റ്യൻസ് വെച്ച് ചോദിച്ചത്. അപ്പോൾ 10ൽ 8 മാർക്കും കറണ്ട് അഫയേഴ്സും ബാക്കി വരുന്ന 2 മാർക്കാണ് മറ്റു ടോപ്പിക്സുകളിൽ നിന്നും വന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് ഏരിയ കൂടുതൽ പഠിക്കണമെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു അവാർഡ്സ്, ബുക്ക് ആൻഡ് ഓതേഴ്സ്, പേഴ്സണാലിറ്റീസ്, സ്പോർട്സ്, സ്കീംസ്, അപ്പോയിൻമെൻറ്റ്സ്, ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ടോപ്പിക്സ് ആണ്. കൂടാതെ നമുക്ക് റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പഴയ ക്വസ്റ്റ്യൻ, ഒരു പഴയ നേരത്തെ ഉള്ളൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ അത് നമ്മുടെ സ്റ്റാറ്റിക് GKയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറും. അതായത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിക് GK ആണ്. പക്ഷെ നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു അതേപോലെ നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് GKയിൽ വരും. പക്ഷെ റീസെൻ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ഇലക്ഷൻ കമ്മീഷണർ ആരാ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് കറണ്ട് അഫയേഴ്സിൽ പെടും. അങ്ങനെ ബുക്ക് നമ്മുടെ പഴയ ബുക്സിൻ്റെയൊക്കെ ഓതേഴ്സ് ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി എഴുതിയ ഒരു ബുക്കിൻ്റെ പേര് തന്നിട്ട് ആ ബുക്ക് എഴുതിയ ഓതർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിക് GKയിൽ വരും. പക്ഷേ റീസെൻ്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്കിൻ്റെ ഓതർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കറണ്ട് അഫയേഴ്സിൽ വരും. അങ്ങനെ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GK ഒക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഈ ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് അതുമായി മുൻകാലങ്ങളിൽ എന്തെങ്കിലും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ ഇത്രയും അധികം ടോപ്പിക്സുകൾ നമ്മൾ മുൻതൂക്കം കൊടുത്ത് വേണം നമ്മൾ ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ആ 10 മാർക്കിൻ്റെ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കിനെ നമ്മൾ മുന്നിൽ കണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. നിങ്ങളത് ഓർക്കണം, നിങ്ങളുടെ ഒരു റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് അല്ല ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരു റാങ്ക് മേക്കിംഗ് സബ്ജക്റ്റ് അല്ല. 10 മാർക്ക് വെയിറ്റേജ് ആണ് ഉള്ളത് എന്ന് കരുതി അത് പഠിക്കേണ്ട എന്നൊരു രീതിയിൽ എടുക്കരുത്. നമ്മൾ അത് പഠിക്കുമ്പം സ്മാർട്ട് വർക്കാണ് അവിടെ വേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഒരുപാട് ടോപ്പിക് ഉള്ളൊരു വലിയ ഏരിയ ആണ്. അപ്പോൾ അതിൽ ഏത് ടോപ്പിക്ക് വേണം എന്ന് നമ്മൾ സ്വയം അനലൈസ് ചെയ്ത് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് വേണം നമ്മളിത് പഠിക്കാൻ. നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് എപ്പോഴും മാത്സും സയൻസും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിനും തന്നെ ആയിരിക്കണം. ആ ടോപ്പിക്സുകൾ വൃത്തിയായി പഠിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ 10 മാർക്ക് വെയിറ്റേജ് ഉള്ള ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരു 6 to 7 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആ രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. നമുക്കറിയാം ALPയുടെ നോട്ടിഫിക്കേഷൻ ലൈവാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക. ഒട്ടും വൈകിക്കാതെ തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ITI കഴിഞ്ഞവർക്കും ഡിപ്ലോമ കഴിഞ്ഞവർക്കും അതേപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് ALP എന്ന് പറയുന്നത്. അപ്പം നമുക്ക് 2024 18,000-ഓളം വേക്കൻസികളുമായിട്ടായിരുന്നു ALP വന്നത്. ഇപ്പോൾ 2025 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അത് 10,000-ഓളം വേക്കൻസികളാണ്. വേക്കൻസി ഇനിയും കൂടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ALPക്കായിട്ട് ALP CBT 1, CBT 2, പാർട്ട് A, പാർട്ട് B കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് CBT 2-നായിട്ട് പാർട്ട് A മാത്രമേ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ പാർട്ട് Bക്ക് മറ്റൊരിടത്തേക്ക് പോകേണ്ടി ഇവിടെ വരുന്നില്ല. നിങ്ങൾ ഏത് ട്രേഡാണോ ആ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ALPയുടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് നമ്മുടെ കോഴ്സിൽ ലഭിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടായിരിക്കും. അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻസ്, മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, അങ്ങനെ നിങ്ങൾക്ക് ALP ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കണ്ടന്റുകളും നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ റെഡിയാണ്. അപ്പോൾ എല്ലാവരും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.